ലോക്സഭയിൽ രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു സത്യപ്രതിജ്ഞ. അതേസമയം പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചായിരുന്നു ഒവൈസിയുടെ സത്യപ്രതിജ്ഞ. ഹൈദരാബാദ് എം പി അസസുദ്ദീൻ ഒവൈസിയാണ് ജയ് പലസ്തീൻ മുദ്രാവാക്യം വിളിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സിബി ദില്ലിയിൽ നിന്നും ചേരുന്നു. സിബി, ഇന്ത്യ സഖ്യം ഒരു പ്രതിപക്ഷമെന്ന നിലയിൽ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ. ലോക്സഭയിൽ രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചായിരുന്നു ഹൈദരാബാദ് എം പി അസസുദ്ദീൻ ഒവൈസിയുടെ സത്യപ്രതിജ്ഞ. വിശദാംശങ്ങൾ. നന്ദു, രാഹുൽ ഗാന്ധി അല്പസമയം മുമ്പാണ് ലോക്സഭ എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ. നമുക്കറിയാം, യു പിയിലെ റായ്ബറേലിയിൽ ഇത്തവണ വിജയിച്ചു കയറിയാണ് ഈ രാഹുൽ ഗാന്ധി. യു പിയിലെ റായ്ബറേലി എം പി ആയിട്ടാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അദ്ദേഹം നേരത്തെ വയനാട് സീറ്റ് എം പി സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി അല്പസമയം മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പലയിടങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെല്ലാം തന്നെയും അദ്ദേഹം ഈ പ്രചരണത്തിലൊക്കെ അദ്ദേഹം പ്രസംഗത്തിലുടനീളം ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാഴ്ച കാണാമായിരുന്നു. എന്തായാലും ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ രീതിക്കും പ്രതിപക്ഷം ശക്തമായി നിലകൊള്ളുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. സന്ദർശക ഗ്യാലറിയിൽ സോണിയാഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ കാണുന്നതിന് വേണ്ടി എത്തുകയും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധി അല്പസമയം മുമ്പാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഹൈദരാബാദ് എം പി അസദുദ്ദീൻ ഒവൈസിയുടെ സത്യപ്രതിജ്ഞയാണ്. അദ്ദേഹം ഹൈദരാബാദിലെ AIMIMന്റെ സംഘടനയുടെ നേതാവ് കൂടിയാണ്, അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ജയ് പലസ്തീൻ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു. അദ്ദേഹം ജയ് ഭീം, ജയ് മീം, ജയ് തെലങ്കാന, ജയ് പലസ്തീൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. അദ്ദേഹം 5ാം തവണയാണ് ഒവൈസി ലോക്സഭ എം പി ആവുന്നത്. ഒവൈസി സത്യപ്രതിജ്ഞ എണിക്കുമ്പോൾ തന്നെ BJP എംപിമാർ അവിടെയും ഒരു വർഗീയ രീതിയിൽ, വർഗീയമായി പെരുമാറുന്ന സാഹചര്യം ഉണ്ടായി. ഒരു മുസ്ലിം നവതരയായ ഒവൈസി എഴുന്നേൽക്കുമ്പോൾ BJP എംപിമാർ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ആണ് അദ്ദേഹത്തെ വിളിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായി. എന്തായാലും ഈ സത്യപ്രതിജ്ഞ ശേഷമാണ് അദ്ദേഹം വിശദാംശങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധി ലോക്സഭയിൽ എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്.